സോ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് റാഷണൽ നമ്പേഴ്സിലുള്ള ഒരു ഇക്വാലൻസ് റിലേഷൻ്റെ കാര്യമാണ്. ഓക്കെ, ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. m, n ഇക്വാലൻ ടു p, q ആവണമെങ്കിൽ നമ്മൾ പറയണത് ഇഫ് എന്താ പറയണത് mq ഈക്വൽ ടു np ആവണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ഇത് ഇക്വാലൻസ് റിലേഷൻ ആണെന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. എങ്ങനെ ചെക്ക് ചെയ്യുക? ഇക്വാലൻസ് റിലേഷൻ ആവാൻ ആദ്യം എന്ത് വേണം? റിഫ്ലക്സീവ് ആണ് അല്ലേ? ദാറ്റ് ഈസ് mn എന്ന് പറയുന്നത് എന്തിനോട് റിലേറ്റഡ് ആയിരിക്കണം? ഇക്വാലൻ്റ് ആയിരിക്കണം. mn ഇക്വാലൻ്റ് ആയിരിക്കണം അല്ലേ? എങ്ങനെ നോക്കുക? നമ്മൾ എന്താ ചെയ്തിരിക്കണം നോക്കുക. ഇതിൽ ഫസ്റ്റ് ടേമും എന്ത് ചെയ്യണോ, ഈ എമ്മും ക്യൂബും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ എന്നും പിയും തമ്മിൽ മൾട്ടിപ്ലൈ സെയിം ആവണമെന്നാണ് നോക്കുന്നത്. സോ ഇവിടെ എന്താ ഉണ്ടാവുക? ഈ എമ്മും ആരും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ഈ എമ്മും എന്നും തമ്മിലും ഈ എന്നും എമ്മും തമ്മിലും മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് എന്താ വരിക? mn ഈക്വൽ ടു mn തന്നെയാണ്. ദാറ്റ് മീൻസ് അതിൻ്റെ അർത്ഥം എന്താ? m, n ഈക്വലൻ ടു m, n തന്നെയാണ്. ദാറ്റ് മീൻസ് ഇത് റിഫ്ലക്സീവ് ആണ് അല്ലേ? അടുത്തെന്ത് ചെക്ക് ചെയ്യേണ്ടത്? ഇത് സിമെട്രിക് ആണോ എന്ന് അറിയണം അല്ലേ? സിമെട്രിക് ആണോ എന്ന് അറിയാൻ എങ്ങനെ നോക്കുക? a, b അല്ലെ, m, n റിലേറ്റഡ് ടു സം p, q ആണെങ്കിൽ എന്ത് കിട്ടും ഓട്ടോമാറ്റിക്കലി? അതിൻ്റെ അർത്ഥം നമുക്ക് എന്താ അറിയാം? ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് mq ഈക്വൽ ടു എന്താണ്? np ആണ്. സോ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? ഈ p, q എന്ന് പറയുന്നത് ഉറപ്പായിട്ട് എന്തായിരിക്കും? ഇക്വാലൻ ടു ആരായിരിക്കും? m, n ആയിരിക്കും. ശരിയല്ലേ? ദാറ്റ് മീൻസ് അതിൻ്റെ അർത്ഥം എന്താ? ദിസ് ഈസ് സിമെട്രിക് ആണ്. ഇനി എന്താ അറിയേണ്ടത്? റിഫ്ലക്സീവ് ആണ്, സിമെട്രിക് ആണ്, എന്താ പറയുക? ട്രാൻസിറ്റീവ് ആണെന്ന് അറിയാം. ട്രാൻസിറ്റീവ് ആണെന്ന് ഇങ്ങനെ നോക്കുക. m, n എന്ന് പറയുന്നത് ഇക്വാലൻ ടു സം p, q ആണെന്ന് വിചാരിക്കുക. p, q എന്ന് പറയുന്നത് ഇക്വാലൻ ടു സം s, t ആണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ അർത്ഥം എന്താ? mq ഈക്വൽ ടു np എന്നാണ് അർത്ഥം. ഇതിൻ്റെ അർത്ഥം എന്താ? pt ഈക്വൽ ടു sq ആണെന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഇതൊന്ന്, ഇത് രണ്ടാമത്തെ കിട്ടിയിട്ടുള്ളത്. ഫസ്റ്റ് ഇക്വേഷനെ ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1 ഇൻറ്റു ടി മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടും? mqt ഈക്വൽ ടു എന്തായി മാറി? npt ആയി മാറി. സെക്കൻഡ് ഇക്വേഷനെ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സെക്കൻഡ് ഇക്വേഷൻ ഇൻറ്റു n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാറുന്നത് npt ഈക്വൽ ടു nsq ആവും. എന്ന് വെച്ചാൽ എന്തായി മാറും? ഇത് രണ്ടും എന്ത് പറയാൻ പറ്റും? mqt ഈക്വൽ ടു ആരായി മാറി? nsq ആയി കാര്യം. അതായത് npt എന്താണ്? സെയിം ആയതുകൊണ്ട് അല്ലേ? ഓക്കെ, ദാറ്റ് മീൻസ് എന്ത് കിട്ടി ഓട്ടോമാറ്റിക്കലി? ഇനി ഇവിടെ എന്ത് ചെയ്യാം? നമുക്ക് q എന്ന് പറയുന്ന ആളെ എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് കളയാം. ഓക്കെ, ദാറ്റ് മീൻസ് എന്ത് കിട്ടും? നമുക്ക് ഓട്ടോമാറ്റിക്കലി q ക്യാൻസൽ ആയി പോയാൽ എന്തായി മാറും? നമുക്ക് ഓട്ടോമാറ്റിക്കലി mt ഈക്വൽ ടു ns ആണ്. സോ പ്രകാരം എന്തായി മാറും? m, n എന്ന് പറയുന്നത് റിലേറ്റഡ് ടു ആരായി മാറും? അല്ലെങ്കിൽ ഇക്വാലൻ ടു ആരായി മാറും? s, t ആയി മാറും. അതിൽ നമുക്ക് കാണിക്കേണ്ടത്. ദാറ്റ് മീൻസ് ഇതിനർത്ഥം എന്തായി മാറും? ഇത് ട്രാൻസിറ്റീവ് ആവും അല്ലേ? ഇനി അപ്പോൾ സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സിൽ ഈ പറഞ്ഞ റിലേഷൻ പ്രകാരം എന്തുണ്ട്? നമുക്കൊരു ഇക്വാലൻസ് ക്ലാസ് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ m, n എലമെന്റ് ഓഫ് എസ് ഉള്ള ആളെ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യും? m/n എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യും. ഓക്കെ, സോ എക്സാക്ട്ലി ഇങ്ങനെയാണ് നമ്മൾ റാഷണൽ നമ്പേഴ്സിനെ ഡിഫൈൻ ചെയ്യുന്നത്. അതായത് 2/4 എന്ന് പറയുന്ന ആളും 1/2 എന്ന് പറയുന്ന ആളും സെയിം ആണ്. നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുക? ഇങ്ങനെ മൾട്ടിപ്ലൈ നോക്കുക അല്ലേ? 2 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 1 നോക്കുക. ഇവിടെ ചെയ്തിട്ടുള്ളത് ഇത് തന്നെയാണ്. m/n ഈക്വൽ ടു സം p/q ആവണമെങ്കിൽ എന്ത് വേണം? mq ഈക്വൽ ടു np ആണ്. ഓക്കെ, സോ എക്സാക്ട്ലി സെയിം പരിപാടിയാണ് നമ്മൾ പറയുന്നത്. അടുത്ത എക്സാമ്പിൾ എന്താ? 2.2
4 എക്സാമ്പിൾ നോക്കാം. എന്ത് എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത്? കൺസിഡർ സെറ്റ് ഓഫ് ഓൾ ഡിഫറൻഷ്യൽ ഫംഗ്ഷൻസ് r into r for which f of x and g of x we define f congruent to g അല്ലെങ്കിൽ f equivalent to g എപ്പോൾ ഉണ്ടാവുക? f dash of x and g dash of x are equal. സോ രണ്ട് ഫംഗ്ഷൻസും ഡെറിവേറ്റീവ്സ് ഈക്വൽ ആണെങ്കിൽ നമ്മളത് ഇങ്ങനെയാണ് പറയും. സോ ഇത് ക്ലിയർ ആണ് ഓട്ടോമാറ്റിക്കലി. കാരണം എന്താ, എഫ് ഉറപ്പായിട്ട് എന്തായിരിക്കും? എഫ് റിലേറ്റഡ് ടു എഫ് ആയിരിക്കും. കാരണം എഫ് ഡാഷ് ഓഫ് എക്സ് എന്താണ് എപ്പോഴും ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് തന്നെയാണ് അല്ലേ, ദാറ്റ് ഈസ് റിഫ്ലക്സീവ് ആണ്. അടുത്ത് എന്താ വേണ്ടേ? എഫ് റിലേറ്റഡ് ടു ജി ആണെങ്കിൽ ഉറപ്പായിട്ട് എന്തായിരിക്കും? ജി ടിൽട്ട എഫ് തന്നെ ആയിരിക്കും, ശരിയല്ലേ? ഇനി എഫ് ടിൽട്ട ജി ആണ്, ജി ടിൽട്ട എച്ച് ആണെങ്കിൽ ഉറപ്പായിട്ടും എന്ത് സംഭവിക്കും? എഫ് ടിൽട്ട എച്ച് ആയിരിക്കും. കാരണം എഫിന്റെ ഡെറിവേറ്റീവും ജിന്റെ ഡെറിവേറ്റീവും സെയിം ആണ് ഇവിടെ. ദാറ്റ് ഈസ് എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഡാഷ് ഓഫ് എക്സ് ആണ്. തിരിച്ച് ഇവിടെ പറഞ്ഞാൽ എന്താ? ജി ഡാഷ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവും ജി ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു എച്ച് ഡാഷ് ഓഫ് എക്സ് ആണ്. ഇത് എന്ത് കിട്ടും ഓട്ടോമാറ്റിക്കലി? എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു എച്ച് ഡാഷ് ഓഫ് എക്സ് ആണ് കിട്ടും. ദാറ്റ് മീൻസ് എഫ് ഈസ് ഇക്വാലന്റ് ടു എച്ച് ആണ്. ദാറ്റ് മീൻസ് മൂന്ന് കണ്ടീഷൻസും ഹോൾഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് എന്തായി മാറും? ഇത് ഓട്ടോമാറ്റിക്കലി ഇതൊരു മൂന്ന് കണ്ടീഷൻസ് ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് ഇതൊരു ഇക്വാലൻസ് റിലേഷൻ ആയി മാറും. ഓക്കെ, അടുത്ത എന്താ പറയുന്നത്? Let S be a set of R2 points in the Euclidean plane, that is S equal to x comma y and x comma y element of R2. ഇങ്ങനെ റിലേഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ള x1 y1 related to x1 y1 x2 y2 ആവണമെങ്കിൽ എന്ത് വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്? x1 equal to x2 വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ കണ്ടീഷൻസ് മൂന്ന് ചെക്ക് ചെയ്യാൻ ഒന്നുമില്ല. എന്താ നമ്മൾ ചെക്ക് ആദ്യം? x y എപ്പോഴും റിലേറ്റഡ് ടു എക്സ് കോമ വൈ തന്നെ ആയിരിക്കും അല്ലെ, കാരണം അതിന്റെ ഫസ്റ്റ് കോർഡിനേറ്റ് എക്സ് എപ്പോഴും ഈക്വൽ ആണ് അല്ലെ. ദാറ്റ് മീൻസ് ഫസ്റ്റ് കണ്ടീഷനായി എന്തായി മാറി? റിഫ്ലക്സീവ് ആയി മാറി. ഇനി എന്താ വേണ്ടേ? എക്സ് കോമ വൈ റിലേറ്റഡ് ടു അല്ലെങ്കിൽ ഇക്വാലന്റ് ടു എ കോമ ബി ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ബൈ ഡെഫിനിഷൻ ദിസ് എക്സ് ഈക്വൽ ടു എ ആവണം അല്ലെ. എക്സ് ഈക്വൽ ടു എ ആണ് തിരിച്ച് ഓട്ടോമാറ്റിക്കലി പറയാൻ വെച്ചാൽ ദിസ് ഇംപ്ലൈസ് എന്ത് പറയാൻ പറ്റും? ദിസ് ഇംപ്ലൈസ് എ കോമ ബി ഇക്വാലന്റ് ടു എക്സ് കോമ വൈ എന്ന് പറയാൻ പറ്റും. ദാറ്റ് മീൻസ് എന്താണ്? ഓട്ടോമാറ്റിക്കലി സിമെട്രിക് റിലേഷനും ഹോൾഡ് ചെയ്യും. ഇനി എന്താ പറയണത്? എക്സ് കോമ വൈ ടു എ കോമ ബി ആണെങ്കിൽ എക്സ് ഈക്വൽ ടു എ ആണ് ഡെഫിനിഷൻ പ്രകാരം. ഇനി എ കോമ ബി സം സി കോമ ഡിയോട് ഈക്വലന്റ് ആണെങ്കിൽ ഇട്ടുമ്പോൾ എന്താ അർത്ഥം കിട്ടുക? എ ഈക്വൽ ടു സി ആണ്. ദാറ്റ് മീൻസ് ഇവിടെ രണ്ടിനും കൂട്ടി വായിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എക്സ് ഈക്വൽ ടു എ ഈക്വൽ ടു x equal to a equal to ci. That means x equal to ci മാറി. That means x comma y equivalent to c comma di. That means എന്തായി മാറി? ട്രാൻസിറ്റീവ് ആയി. ദാറ്റ് മീൻസ് മൂന്ന് കണ്ടീഷൻസും ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതൊരു വീണ്ടും എന്തായി മാറും? നമുക്ക് ഒരു ഇക്വാലൻസ് റിലേഷൻ കിട്ടും. ഇനി ഇങ്ങനെ ഇക്വാലൻസ് റിലേഷൻ വരുമ്പോൾ എക്സാക്ട്ലി ഇതിനകത്തുള്ള ആൾക്കാർ ആരാന്ന് നോക്കുക. ഇക്വലന്റ് ക്ലാസ് എ കോമ ബി കൺസിസ്റ്റിംഗ് ഓഫ് ഓൾ പോയിന്റ്സ് ഇൻ ദ പ്ലെയിൻ. അതായത് ഫസ്റ്റ് കോർഡിനേറ്റ് സെയിം ആവും. അതായത് ഒരു ലൈൻ ഒരു R2 വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഓട്ടോമാറ്റിക്കലി ലൈൻസ് വരച്ചാൽ, അതായത് നമ്മൾ ഇങ്ങനെ ഇവിടെ 1 എന്നുള്ള പോയിന്റ് ആണ്, ഇത് 2 എന്നുള്ള പോയിന്റ് ആണ്. ഫസ്റ്റ് കോർഡിനേറ്റ് 1 ആയി വരുന്ന എല്ലാ പോയിന്റ്സും അല്ലെ ഇതിൽ സെക്കൻഡ് എല്ലാ കോർഡിനേറ്റ്സും സ്ട്രൈറ്റ് ലൈൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഇങ്ങനെ സ്ട്രൈറ്റ് ലൈൻസ്, ഓരോ സ്ട്രൈറ്റ് ലൈൻസിലെയും എല്ലാ പോയിന്റ്സും എന്താണ് ഓട്ടോമാറ്റിക്കലി ഒരു ഇക്വാലന്റ് ക്ലാസ് ആയിരിക്കും. ദാറ്റ് ഈസ് ലൈൻസ് പാരലൽ ആയിട്ട് വൈ ആക്സിനോടുള്ള ആൾക്കാരെല്ലാം എന്തായിരിക്കും? ഒരു ലൈൻ നമ്മൾ ഇപ്പോൾ ഈ ലൈനുകൾ എൽ എ എന്ന് പറഞ്ഞ ഈ ലൈനും എൽ ബി എന്ന് പറഞ്ഞ ഈ ലൈനും പാരലൽ ആയിട്ടുള്ള ഈ ലൈനിന്റെ ഇന്റർസെക്ഷൻ ഉറപ്പായിട്ട് എന്താണ്? നമുക്കറിയാം എൽ എ ഇന്റർസെക്ഷൻ എൽ ബി എന്ന് പറയുന്നത് ഉറപ്പായിട്ട് എന്താണ്? എം ടി എന്നുള്ളത് അറിയാം. Okay, that is each point in the plane belongs to exactly one of the equivalent classes L. Okay, so പലതരത്തിലുള്ള എക്സാമ്പിൾസ് നമ്മളിവിടെ കണ്ടു.
അപ്പോൾ നമ്മൾ ഇനി അതൊക്കെ ബന്ധപ്പെട്ട ഒരു തിയറം പറയാൻ പോവാണ്. Proposition 2.2.3. Let S be a set and let tilde be an equivalence relation of S. Then each element of S belongs to exactly one of the equivalent classes of S determined by the relation tilde. എന്നുവെച്ചാൽ എന്താ പറയണത്, ഒരു ഇക്വാലൻസ് റിലേഷൻ ഒരു സെറ്റിനകത്ത് ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സെറ്റിനകത്തുള്ള എലമെന്റ്സ് ഏതെങ്കിലും ഏത് എലമെന്റ് എടുത്താലും ആ എലമെന്റ് ഒരു പർട്ടിക്കുലർ ഈക്വലന്റ് ക്ലാസ്സിൽ എക്സാക്ട്ലി വൺ ഈക്വലന്റ് ക്ലാസ്സിൽ എന്തായിരിക്കും ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ ഒരേ എലമെന്റ് രണ്ട് ഈക്വലന്റ് ക്ലാസ് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, വരാൻ പറ്റില്ല എന്നുള്ളതാണ് ഒരർത്ഥം. അപ്പൊ എങ്ങനെ പ്രൂവ് ചെയ്യാൻ നോക്കാം. Let S be the any given set. Let tilde be any equivalence relation on S. ഇപ്പോൾ റിലേഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. ഇഫ് എ എലമെന്റ് ഓഫ് എസ് ആണെങ്കിൽ ഉറപ്പായിട്ടും എ ഇക്വാലന്റ് ടു എ ആണ്. കാരണം എന്താ, നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മുടെ ടിൽട്ട എന്ന് പറയുന്നത് റിഫ്ലക്സീവ് ആണ് അല്ലെ. റിഫ്ലക്സീവ് ആയതുകൊണ്ട് ഉറപ്പായിട്ടും എ ടിൽട്ട എ ആണ്. ദാറ്റ് മീൻസ് എ എവിടെ ഉണ്ടാവും, എ എന്ന് പറയുന്നത് കോൺഗ്രുവൻസ് ക്ലാസ് എയുടെ അകത്ത് അല്ലെങ്കിൽ ഇക്വലന്റ് ക്ലാസ് എയുടെ അകത്ത് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. ഓക്കെ, സോ ഏത് എ എടുത്താലും അത് ഇക്വലന്റ് ക്ലാസ് എയുടെ അകത്തുണ്ട് അല്ലെ. ഇനി എന്താ കാണിക്കേണ്ടത്, നമുക്ക് ഒരു കാര്യം മനസ്സിലായി, ഏത് എലമെന്റ് എടുത്താലും ആ എലമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഇക്വാലന്റ് ക്ലാസ് ഉണ്ടെന്നുള്ളത് ഉറപ്പായി. ഇനി എന്താ ഉറപ്പെടുത്തേണ്ടത്, ഒരേ എലമെന്റിന് രണ്ട് ഇക്വാലന്റ് ക്ലാസ്സിൽ വരാൻ പറ്റില്ല എന്ന് കാണിക്കണം അല്ലെ. ദാറ്റ് മീൻസ് അസ്യൂം ദാറ്റ് എ റിലേറ്റഡ് ടു ആൻ ഇക്വാലന്റ് ക്ലാസ് ബി ഫോർ സം ബി എലമെന്റ് ഓഫ് എസ് ആണെങ്കിൽ നമ്മൾ എന്ത് കാണിക്കണം, ഇക്വാലന്റ് ക്ലാസ് എ എന്ന് പറയുന്നതും ഇക്വാലന്റ് ക്ലാസ് ബി എന്ന് പറയുന്നതും സെയിം ആണ് കാണിക്കണം. ഓക്കെ, ഈ ഇക്വാലന്റ് ക്ലാസ്സുകൾ സെയിം ആണ് എങ്ങനെ കാണിക്കുക, എ ഇക്വലന്റ് ക്ലാസ്സിലെടുത്ത എല്ലാ ആൾക്കാരും ബിയിലുണ്ടെന്നും ബിയുടെ ഇക്വലന്റ് ക്ലാസ്സിലെടുത്ത എല്ലാ ആൾക്കാരും എ ഇക്വലന്റ് ക്ലാസ് ഉണ്ടെന്നും കാണിച്ചാൽ ഇക്വലന്റ് ക്ലാസ് എ ഈക്വൽ ടു ഇക്വലന്റ് ക്ലാസ് ബി ആയി മാറി. ഓക്കെ, സോ നമുക്ക് പ്രൂവ് ചെയ്യാം. ലെറ്റ് എക്സ് ബിലോങ്സ് ടു ഇക്വലന്റ് ക്ലാസ് എ എടുത്തു. എക്സ് ബിലോങ്സ് ടു ഇക്വലന്റ് ക്ലാസ് എ എന്ന് പറഞ്ഞ അർത്ഥം എന്താ, എക്സ് ഈ ഇക്വലന്റ് ക്ലാസ് എക്കകത്തുള്ള എക്സ് ആണെന്ന് പറഞ്ഞ അർത്ഥം ഈ എക്സ് ആരോട് ഒരു ഇക്വലൻസ് റിലേഷൻ ഉണ്ട്, എയുമായിട്ട് ഒരു ഇക്വലൻസ് റിലേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് എക്സ് ഈസ് എക്സ് ടിൽട്ട എ ആണ്. ശരി, ഓൾസോ വി ഹാവ് അസ്യൂംഡ് ദാറ്റ് നമ്മൾ ആദ്യം അസ്യൂം ചെയ്ത കാര്യമാണ് എ എവിടെയുണ്ട്, ഇക്വലന്റ് ക്ലാസ് ബിയിലുണ്ടെന്നും അസ്യൂം ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ എ ബിയിലും ഉണ്ട്, എക്സ് ഇവിടെയുണ്ട്. സോ ഇതിൻ്റെ അർത്ഥം എ ബിലോങ്സ് ടു ഇക്വലന്റ് ക്ലാസ് ബി എന്ന് പറഞ്ഞ അർത്ഥം എ ടിൽട്ട ബി എന്നാണ് അർത്ഥം. അപ്പോൾ എന്തൊക്കെയുണ്ട് നമ്മുടെ കയ്യിലുണ്ട്, എക്സ് ടിൽട്ട എയും ഉണ്ട്, എ ടിൽട്ട ബിയും ഉണ്ട്. ഇതൊന്നും എന്ത് വായിക്ക് പറയാൻ പറ്റും നമുക്ക്, ടിൽട്ട എന്ന് പറയുന്നത് ഇക്വാലൻസ് റിലേഷൻ ആയതുകൊണ്ട് അത് ട്രാൻസിറ്റീവ് ആണ് അല്ലേ. ദാറ്റ് ഈസ് എക്സ് ടിൽട്ട എ ആൻഡ് എ ടിൽട്ട ബി ആണെങ്കിൽ എക്സ് ടിൽട്ട ബി ആയിരിക്കും അല്ലെ, എക്സ് ടിൽട്ട ബി ആയിരിക്കും. സിൻസ് ടിൽട്ട ഈസ് എ ട്രാൻസിറ്റീവ് റിലേഷൻ. സോ എവിടെയുണ്ട് എക്സ്, എക്സ് എന്ന് പറയുന്നത് ബിലോങ്സ് ടു ഇക്വാലന്റ് ക്ലാസ് ബിനകത്തുണ്ട്. സോ എന്ത് കിട്ടി, ഇക്വാലന്റ് ക്ലാസ് എനകത്ത് എടുക്കുന്ന എല്ലാ എലമെന്റും എവിടെയുണ്ടെന്ന് കിട്ടി, ഇക്വാലന്റ് ക്ലാസ് ബിയിലുണ്ടെന്ന് കിട്ടി അല്ലെ. ദാറ്റ് മീൻസ് ഇക്വാലന്റ് ക്ലാസ് എ ഈസ് എ സബ്സെറ്റ് ഓർ കണ്ടെയ്ൻഡ് ഓർ ഈക്വൽ ടു ഇക്വലന്റ് ക്ലാസ് ബി ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ 1. നമുക്ക് ഇക്വേഷൻ 1 ആയി. ഇനി തിരിച്ചെന്താ കാണിക്കണ്ടേ, തിരിച്ച് കാണിക്കാൻ പോകുന്നത് ഇക്വലന്റ് ക്ലാസ് ബി എടുത്താൽ അത് എവിടെ നിന്ന് കാണിക്കണം, ഇക്വലന്റ് ക്ലാസ് എയിൽ നിന്ന് കാണിക്കണം അല്ലെ. അതിന് കാണിക്കുക സെയിം പ്രൊസീജിയർ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ, ലെറ്റ് ഇഫ് എക്സ് ബിലോങ്സ് ടു ഇക്വലന്റ് ക്ലാസ് ബി എടുത്തു, ദെൻ എക്സ് റിലേറ്റഡ് ടു ബി ആണ്. ആൾറെഡി അസ്യൂം ചെയ്തിട്ടുണ്ട് എ എന്താണ്, എ ബിലോങ്സ് ടു ഇക്വലന്റ് ക്ലാസ് ബി എന്ന് അസ്യൂം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അർത്ഥം എന്താണ്, എ ഈസ് ടിൽട്ട ബി ആണ് അല്ലെങ്കിൽ എ ഇക്വലന്റ് ടു ബി ആണ്. നേരത്തെ പറഞ്ഞ അതേ കാര്യം ബൈ സിമെട്രിയിലോ നമുക്കെന്ന് പറയാം, എ റിലേറ്റഡ് ടു ബി ആണെങ്കിൽ ഉറപ്പായിട്ടും ബി റിലേറ്റഡ് ടു എ ആണ്, ശരിയല്ലേ. അപ്പോൾ ഇവിടെ എന്തുണ്ട്, ഇവിടുത്തെ അസംഷൻ പ്രകാരം എക്സ് ബിലോങ്സ് ടു ഇക്വലന്റ് ക്ലാസ് ബി ആയതുകൊണ്ട് എക്സ് ഇക്വലന്റ് ടു ബി ആണ്. സോ എക്സ് ഇക്വലന്റ് ടു ബി ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇവിടെ സിമെട്രിക് പ്രകാരം ബി ഇക്വലന്റ് ടു എ കിട്ടിയിട്ടുണ്ട്, ദാറ്റ് ഈസ് ബി ഇക്വലന്റ് ടു എ കിട്ടിയിട്ടുണ്ട്. സോ രണ്ടും കൂടി കൂട്ടി വായിച്ചാൽ ബൈ ട്രാൻസിറ്റീവ് റിലേഷൻ നമുക്ക് കിട്ടും എക്സ് ഇക്വലന്റ് ടു എ ആയി മാറി. സോ എക്സ് ഇക്വലന്റ് ടു എ എന്ന് പറഞ്ഞ അർത്ഥം എക്സ് എവിടെയുണ്ട്, ഇക്വലന്റ് ക്ലാസ് എനകത്തുണ്ട്. ദാറ്റ് മീൻസ് ബിനകത്തുള്ള ഇക്വലന്റ് ക്ലാസ്സിൽ ഒരു എലമെന്റ് എടുത്തപ്പോൾ അയാൾ എവിടെ ഉണ്ടായി, എയുടെ ഇക്വലന്റ് ക്ലാസ്സിനകത്ത് ഉണ്ടായി. ദാറ്റ് മീൻസ് ഇക്വലന്റ് ക്ലാസ് ബി കണ്ടെയ്ൻഡ് ഓർ ഈക്വൽ ടു ഇക്വലന്റ് ക്ലാസ് എ. ഓക്കെ, സോ 1ഉം 2ഉം കൂട്ടി വായിച്ചാൽ ഇക്വലന്റ് ക്ലാസ് എ ഈക്വൽ ടു ഇക്വലന്റ് ക്ലാസ് ബി ആയി മാറി. സോ നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു, ഏത് എസിൽ എലമെന്റ് എടുത്താലും ആ എലമെന്റ് എക്സാക്ട്ലി വൺ ഓഫ് ദി ഇക്വലന്റ് ക്ലാസ്സിൽ ഉണ്ടാവും, ഡിറ്റർമിൻഡ് ബൈ ദി ഇക്വലൻസ് റിലേഷൻ ടിൽട്ട.
ഓക്കെ, അതായത് രണ്ട് ഇക്വലന്റ് ക്ലാസ്സുകൾ ഡിസ്ജോയിന്റ് ആണെന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ലെറ്റ് S be a set. A collection P of non-empty subsets of S is called a partition of S if each element of S belongs to exactly one of the members of P. അതായത് ഒരു S എന്ന് പറഞ്ഞ സെറ്റിനകത്ത് ഏത് കളക്ഷൻ PB non-empty subset of S ആണ്, partition of S is each element of S belongs to exactly one of the. Partition എന്ന് പറഞ്ഞാൽ എന്താ, തന്നിരിക്കുന്ന ആളിനെ പാർട്ടിഷൻ ചെയ്യാന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ S എന്ന് പറഞ്ഞ സെറ്റ് ഈക്വൽ ടു 1 2 3 4 ആണെങ്കിൽ ഇതിന് ഡിസ്ജോയിന്റ് ആയിട്ടുള്ള സെറ്റുകളുടെ ആയിട്ടുള്ള യൂണിയൻ ആക്കി എഴുതുക എന്നുള്ളതാണ് പാർട്ടിഷൻ ഉദ്ദേശിക്കുന്നത്. S ഈക്വൽ ടു സം 1,2 സം യൂണിയൻ 3,4. ഇതിനൊരു P1 എന്ന് പറഞ്ഞ സെറ്റും P2 എന്ന് പറഞ്ഞ സെറ്റും വിളിച്ചിട്ടുണ്ടെങ്കിൽ ഈ എസ്സിനെ നമ്മൾ എന്ത് ചെയ്തു, P1 P2 എന്ന് പറഞ്ഞ സെറ്റുകളായിട്ട് പാർട്ടിഷൻ ചെയ്തു. ഓക്കെ, അപ്പോൾ പാർട്ടിഷൻ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും തന്നെ അതിൽ കോമൺ ആയിട്ട് ആൾ ഉണ്ടാവില്ല. ഓക്കെ, അതായത് ഇപ്പോൾ ഇതൊരു പാർട്ടിഷൻ എക്സാമ്പിൾ ആണ്. പക്ഷേ ഇപ്പോൾ 1 2 3 യൂണിയൻ 3 4 ഇതിൽ കോമൺ ആയിട്ട് ആരുണ്ട്, ഇതിലും 3 ഉണ്ട്, ഇതിലും 3 ഉണ്ട്. അപ്പോൾ ഇതെന്തല്ല, ഇതൊരു ഇസ് നോട്ട് എ പാർട്ടിഷൻ. ഓക്കെ, അടുത്തെന്താ പറയണേ, നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിളിൻ്റെ നമ്മളൊന്നുകൂടി പറയുന്നു. ഒന്നുകൂടി ഇക്വാലൻസ് റിലേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ, ലൈൻസ് ഉണ്ടായിരുന്നു അല്ലേ, പാരലൽ ലൈൻസ് അല്ലേ. ആ പാരലൽ ലൈൻസ് നമ്മൾ കണ്ടതാണ്, പാരലൽ ലൈൻസ് ഇന്റർസെക്ട് ചെയ്യില്ല എന്നുള്ളത് കണ്ടതാണ് അല്ലേ. ഇന്റർസെക്ട് ചെയ്യാത്തതുകൊണ്ട് ആ പർട്ടിക്കുലർ റിലേഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, R2നെ പാർട്ടിഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, another interesting partition of R2 uses lines radiating from the origin. ഒരു പ്രത്യേക പാർട്ടിഷൻ പറയുകയാണ്. ഫസ്റ്റ് S0 be the x axis എടുത്തു, that is y a0 ആണ്. Since the origin 0 0 belongs to S0, it cannot belongs to any other set in the partition. So for any non-zero real number a, let SA be the line y equal to ax with the origin removed, and S infinity be the y axis with the origin removed. So each point in the plane except the origin determines an unique line through the origin. So each point belongs to exactly one of the, അതായത് നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ള നോക്കുക, നമ്മുടെ R2 ഉണ്ട് അല്ലേ. ഈ R2നകത്ത് ഈ പോയിന്റ് മാത്രം 0 0 ആണ് അല്ലേ, 0 0 ആണ് അല്ലേ. നമ്മൾ ആദ്യം എന്തെടുക്കുന്നു, നമ്മുടെ S0 എന്ന് പറഞ്ഞിട്ട് ആദ്യം എടുക്കുന്നുണ്ട്, നമ്മുടെ എക്സ് ആക്സിസിന് എടുക്കുന്നു. ഇതാണ് നമ്മുടെ S0. സോ ഇതാണ് ഒരു ലൈൻ. അടുത്ത മുതലുള്ള ലൈൻ എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കണം ലൈൻ വേണ്ടത്, പക്ഷേ ആ ലൈനത് ആരെ കൺസിഡർ ചെയ്യാൻ പാടില്ല, ഈ 0 0നെ കൺസിഡർ ചെയ്യാൻ പാടില്ല. ഓക്കെ, ഞാൻ അടുത്തൊരു ലൈൻ എടുത്തു കഴിഞ്ഞാൽ അത് ഇങ്ങനെയായിരിക്കും. അടുത്ത ഇങ്ങനെയാണ് ലൈൻ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ലൈൻ ഉണ്ടാവുക. സോ ഇതുപോലത്തെ ലൈൻസാണ് നമ്മൾ എന്ത് ചെയ്യണത്, കൺസിഡർ ചെയ്ത് എടുക്കുന്നത്. പക്ഷെ ആരും എടുക്കില്ല, മിഡിൽ ടേമിനെ കൺസിഡർ ചെയ്യില്ല. എസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ് എടുക്കുന്നത് തന്നെയാണ് നമ്മുടെ y ആക്സിസിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഈ രീതിയിൽ എടുത്താൽ എന്താണ്, ഈ ലൈനുകൾ തമ്മിൽ ഒരിക്കലും എന്തുണ്ടാവില്ല, ഇന്റർസെക്ഷൻ ഉണ്ടാവില്ല. ഓക്കെ, ഇന്റർസെക്ഷൻ ഉണ്ടാവില്ല എന്നുള്ളത് മാത്രമല്ല, അത് പാർട്ടിഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സാക്ട്ലി തന്നിരിക്കുന്നതാണ്. അടുത്ത എക്സാമ്പിൾ പറയുന്നത് എന്താ, അടുത്ത എക്സാമ്പിൾ ഈ രീതിയിലാണ് എടുക്കുന്നത്. തന്നിരിക്കുന്ന R2ൽ സർക്കിൾസ് എടുത്തെടുത്തെടുത്ത് പോവുക. അതായത് റേഡിയസ് 1 ഉള്ള സർക്കിൾ എടുക്കുക. ഇപ്പോൾ റേഡിയസ് 1 സർക്കിൾ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ x, y such that x² + y² = 1 ആയിട്ടുള്ള ആൾക്കാരാണ് എന്ത്, റേഡിയസ് 1 ആയിട്ടുള്ള സർക്കിൾ. സിമിലർലി റേഡിയസ് 2 ആകുമ്പോൾ എന്താവും, ഇവിടെ 1ൻ്റെ 4 ആയി മാറും. റേഡിയസ് 3 ആണെങ്കിൽ 9 ആക്കും. സോ ഇങ്ങനെയുള്ള പോയിന്റ്സിന്റെ കളക്ഷൻ കൺസിഡർ ചെയ്ത് പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല പല ഈ ഇവിടെ സർക്കിൾസ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും അല്ലെ. ഈ സർക്കിൾസ് തമ്മിൽ എന്താണ്, ഇന്റർസെക്ഷൻ ഇല്ല. ദാറ്റ് മീൻസ് ഈ സർക്കിൾസ് തന്നിരിക്കുന്ന R2നെ എന്ത് ചെയ്യും, പാർട്ടിഷൻ ചെയ്യും. ഓക്കെ.